ഈ സമയത്ത് ഉറപ്പായും നമുക്ക് നടക്കും എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു യുദ്ധമുണ്ടെങ്കിൽ അത് ചൈന തായ്വാൻ യുദ്ധമായിരിക്കും. അത് ഉറപ്പായും നടക്കുക തന്നെ ചെയ്യും. അത് എന്ന് നടക്കുമെന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ചൈനയും തായ്വാനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. രണ്ടു ഭാഗത്തും അതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് കാണാം. ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ പൊതുവെ എവിടെയും കാണുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനും എത്തിയില്ല. അധികാരമാറ്റം സംഭവിക്കാൻ പോവുകയാണോ എന്ന ചർച്ചകൾ നടക്കുമ്പോൾ ഒരു ഭാഗം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ചൈന ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അവരുടെ പ്രസിഡന്റ് ഉറപ്പായും രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കില്ല. പരമാവധി അദ്ദേഹം രാജ്യത്ത് തന്നെ തുടരാനായിരിക്കും ശ്രമിക്കുക. അങ്ങനെ ഒരു സാധ്യതയുമുണ്ടല്ലോ. ഈ അടുത്ത കാലത്തായിട്ട് ചൈനയുടെ ഈ തായ്വാന് നേരെയുള്ള അവരുടെ ഒരു അഗ്രഷൻ കാണുമ്പോൾ ചൈന ഉറപ്പായും തായ്വാനെ ആക്രമിക്കുമെന്നൊരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. ഈ നമ്മുടെ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്ഥിതി ഉണ്ടല്ലോ, അന്ന് യുദ്ധം ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്ന ചർച്ചകൾ നടന്ന അതേ രൂപത്തിൽ ഇവിടെയും നമുക്ക് തയ്യാറെടുപ്പുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് അമേരിക്ക ഓസ്ട്രേലിയയോടും അതുപോലെ തന്നെ ജപ്പാനോടും യുദ്ധത്തിൽ നിങ്ങൾക്ക് എന്ത് പങ്ക് വഹിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ജപ്പാൻ ചൈനീസ് അധിനിവേശത്തെ ഭയപ്പെടുന്ന ഒരു രാജ്യമാണ്. തായ്വാനെ ഏതെങ്കിലും കാരണവശാൽ ചൈന പിടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നീട് തങ്ങൾക്ക് നേരെ തിരിയുമെന്ന് ജപ്പാൻ അറിയാം. ചൈനയ്ക്കും ജപ്പാനും ഇടയിൽ പല ദ്വീപുകളും തർക്ക പ്രദേശങ്ങളായിട്ടുണ്ട്. ജപ്പാന്റെ കയ്യിലിരിക്കുന്ന പല ദ്വീപുകളുടെ മേലും ചൈന അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ചൈന അടുത്ത ഘട്ടമെന്ന നിലയ്ക്ക് ജപ്പാന് നേരെ തിരിയുമെന്ന ഭയം ജപ്പാനുണ്ട്. അതുകൊണ്ടാണ് നാറ്റോ മാതൃകയിൽ ഒരു ഏഷ്യൻ നാറ്റോ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ജപ്പാൻ ഇന്ത്യയോട് ചോദിച്ചത്. ഇന്ത്യ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്, അത് സാധിക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ഇന്ത്യക്കും നന്നായിട്ടറിയാം തായ്വാൻ ചൈന യുദ്ധം നടക്കുമെന്നും ആ സമയത്ത് ജപ്പാൻ ചിലപ്പോൾ അതിൽ പങ്കാളിയാകുമെന്നും. അങ്ങനെ വന്നാൽ ചൈന ജപ്പാനെ എതിരായിട്ട് തിരിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പൂർണ്ണമായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ നമ്മളും നിർബന്ധിതരാകും. 145 കോടി ജനങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊരു യുദ്ധത്തിൽ പോയി പങ്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായും പാകിസ്ഥാനെയും ചൈനയും ഒക്കെ എന്നേ പരാജയപ്പെടുത്തി നമുക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ പിടിച്ചെടുത്തേനെ. നമ്മൾ ഈ യുദ്ധം ചെയ്യുമ്പോൾ ഉറപ്പായും നമ്മുടെ ഭാഗത്ത് നാശനഷ്ടം ഉണ്ടാവും. ഒരുപാട് മനുഷ്യജീവനുകൾ പൊലിയും. ആ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക എന്നത് തന്നെയാണ് എക്കാലവും ഇന്ത്യ ശ്രമിച്ചിട്ടുള്ളത്. ഒരു നിവർത്തിയും ഇല്ലാതെ വന്നാൽ മാത്രം യുദ്ധം. അതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ കണ്ടത്. ഒരു വഴിയും ഇല്ലെങ്കിൽ മാത്രമേ ഇന്ത്യ പ്രതികരിക്കൂ. മനഃപൂർവ്വം ഒരു യുദ്ധം ഉണ്ടാക്കാൻ ഇന്ത്യ പോകില്ല എന്നുള്ളതാണ്. ഒരു പരിധിവരെ അത് തന്നെയാണ് നല്ലതും. ചിലപ്പോൾ മറ്റുള്ളവർ പറയുമായിരിക്കും ഇന്ത്യക്ക് ശക്തിയില്ല, ഇന്ത്യ യുദ്ധം ചെയ്യില്ല. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ടറിയാം. ഒരു ഏഷ്യൻ നാറ്റോ ഉണ്ടാക്കി അനാവശ്യമായ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്താൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്ക ഇപ്പോൾ ഓസ്ട്രേലിയയോടും ജപ്പാനോടും ചോദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. രണ്ടു കൂട്ടരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വളരെയധികം വികസിതമായൊരു രാഷ്ട്രമാണ്. അവരൊരിക്കലും ഈ തായ്വാൻ ചൈന യുദ്ധം നടന്നാൽ നേരിട്ട് സൈന്യത്തെ അയച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കാളിയാവുകയും അനാവശ്യമായിട്ട് ചൈനയുടെ ശത്രുത സമ്പാദിക്കുകയും ചെയ്യുമെന്ന് കരുതാൻ വയ്യ. ജപ്പാന്റെ കേസിൽ ചിലപ്പോൾ ജപ്പാൻ തായ്വാന് സഹായമായിട്ട് എത്തിയേക്കാം. പക്ഷെ അപ്പോഴും അതും നേരിട്ട് സൈനികമായിട്ട് ജപ്പാൻ ഈ തായ്വാനെ സഹായിക്കുമോ എന്നത് കണ്ടറിയണം. ഇപ്പൊ യുക്രൈനിൽ യൂറോപ്പ് ചെയ്യുന്നത് പോലെ ആയുധങ്ങളും സമ്പത്തും ഒക്കെ കൊടുത്ത് പൈസയും ഒക്കെ കൊടുത്ത് ചിലപ്പോൾ തായ്വാനെ സപ്പോർട്ട് ചെയ്തേക്കാം. ഇനി അമേരിക്കയുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം. അമേരിക്ക ഇപ്പോൾ ജപ്പാനോടും ഓസ്ട്രേലിയയോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഇവിടെ ചോദ്യം അമേരിക്ക എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പൊ തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തെ ചൈന ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യവും അമേരിക്കൻ യുദ്ധ കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളും യുദ്ധവിമാനങ്ങളും തായ്വാന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങുമോ, അതോ യുക്രൈനിൽ കാണുന്നത് പോലെ ആയുധം കൊടുത്തും അല്ലെങ്കിൽ പണം കൊടുത്തുമുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സത്യത്തിൽ തായ്വാനെ ചൈന പിടിച്ചെടുക്കാതെ നോക്കേണ്ടത് നിലവിലെ സൂപ്പർ പവറായ അമേരിക്കയുടെ ആവശ്യമാണ്. ട്രംപ് പൊതുവെ ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞ് ഉഴപ്പി നിൽക്കുന്നതിന്റെ കാര്യം വേറെ ആരെങ്കിലും കൂടെയൊക്കെ ഒന്ന് സഹായിക്കാൻ വന്നാൽ അത് എളുപ്പമാക്കും എന്ന് കരുതിയാണ്. പ്രത്യേകിച്ച് ജപ്പാൻ, ഓസ്ട്രേലിയ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ സപ്പോർട്ടും യൂറോപ്പിന്റെയും കഴിയുമെങ്കിൽ ഇന്ത്യയുടെയും ഒക്കെ സപ്പോർട്ട് നേടുക എന്നതാണ് ട്രംപിന്റെ ഉദ്ദേശം. ഒറ്റയ്ക്ക് ആ ഭാരം വഹിക്കേണ്ട എന്നുള്ളത്. മറിച്ച് ലോകത്ത് ഒരു രാജ്യവും സപ്പോർട്ട് ചെയ്തില്ല എങ്കിലും തായ്വാൻ ചൈനയുടെ കൈകളിൽ പോകാതിരിക്കാൻ ശ്രമിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം ചൈനയ്ക്കെതിരായിട്ട് അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പിടിവള്ളിയാണ് തായ്വാൻ.
ആ തായ്വാൻ നഷ്ടമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തായ്വാനെ ചൈന പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, അത് ചൈനയുടെ ലോകശക്തിയാണ്, അല്ലെങ്കിൽ വേൾഡിലെ സൂപ്പർ പവർ എന്ന് പറയുന്ന ആ ഒരു പദവിയെ അരക്കിട്ടുറപ്പിക്കുകയും അമേരിക്ക ദുർബലമായി കഴിഞ്ഞു എന്നൊരു പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. അമേരിക്കയെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന ഒരു തോന്നൽ ലോകത്തുണ്ടാവുകയും ചെയ്യും. അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാവുകയും ചെയ്യും. സ്വാഭാവികമായി ചൈന തായ്വാൻ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്ക ചൈന ബല പരീക്ഷണമായിട്ട് മാറാൻ പോകുന്നതും അവിടെയാണ്. ഇനി ഇന്ത്യ ഈ കാര്യത്തിൽ ഇടപെടുമോ എന്ന് ചോദിച്ചാൽ, ഇന്ത്യ നേരിട്ട് ഒരിക്കലും ഈ യുദ്ധത്തിൽ ഇടപെടാൻ പോകുന്നില്ല. പക്ഷേ ചൈന എങ്ങനെയാണോ പാകിസ്ഥാനെ സഹായിച്ചത് അതേ രീതിയിൽ കഴിയുമെങ്കിൽ തായ്വാനെ ഇന്ത്യ സഹായിക്കണമെന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്, ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചൈന പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഇന്ത്യ തായ്വാനെയും ആയുധങ്ങൾ കൊടുത്തും ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് കൊടുത്തും സാറ്റലൈറ്റിന്റെ സപ്പോർട്ട് കൊടുത്തും ഒക്കെ തായ്വാനെയും ഇന്ത്യ സഹായിക്കണമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ അത് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ ഇന്ത്യ ഇപ്പോൾ ഓൾറെഡി ടിബറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിമാരും അല്ലെങ്കിൽ നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതൊന്നും അല്ല. കേന്ദ്ര സർക്കാരിന്റെ മൗന സമ്മതത്തോടെയുള്ള റിയാക്ഷൻസ് ആണ് പലതും കാണുന്നത്. അപ്പൊ ഇന്ത്യ ടിബറ്റ് കാർഡ് മൂവ് ചെയ്ത സ്ഥിതിക്ക് തായ്വാൻ കാർഡും ഇന്ത്യ ഇറക്കാൻ സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാനെ ചൈന സഹായിച്ചു എന്നതിന് ഇന്ത്യയുടെ കയ്യിൽ കൃത്യമായ എവിഡൻസ് ഉണ്ട്. ഈ സാഹചര്യത്തിൽ ചൈനയ്ക്കിട്ടൊരു മറുപണി കൊടുക്കാൻ ഒരു അവസരം കിട്ടിയ ഇന്ത്യ എന്തായാലും കൊടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ചൈന തായ്വാൻ യുദ്ധം അത് ഏറെക്കുറെ ഉറപ്പിക്കാം, എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. ഇന്ന് നടക്കുമോ, നാളെ നടക്കുമോ, 6 മാസം കഴിഞ്ഞ് നടക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ യുദ്ധം ഉറപ്പായി കഴിഞ്ഞു. കാരണം ചൈന അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തായ്വാനിൽ എല്ലാവർക്കും പരിശീലനങ്ങൾ കൊടുക്കുകയാണ്. വിദ്യാർത്ഥികൾക്കടക്കം യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള പരിശീലനം പണ്ട് യുക്രൈൻ കൊടുത്ത അതേ രീതിയിൽ ഇന്ന് തായ്വാനും കൊടുക്കുകയാണ്. ഈ തായ്വാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീലങ്കയെ പോലെയാണ്. ഇപ്പോൾ ശ്രീലങ്കയിലുള്ളവരൊക്കെ ഇന്ത്യൻസുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ആൾക്കാരാണ്. തമിഴന്മാരുണ്ട്, സിംഹളർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരും ഇന്ത്യക്കാരും ഒക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മുടെ ഒരു ഭാഗമായിരുന്നു ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു നൂറ്റാണ്ടുകളോളം ഈ പറയുന്ന ശ്രീലങ്ക എന്ന് പറയുന്ന ദ്വീപ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. മാലി ദ്വീപ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ലക്ഷദ്വീപ് അതിപ്പോഴും നമ്മുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷനിലുള്ള പല ഐലൻഡുകളും, ഈവൻ ജാവ ദ്വീപ് അടക്കമുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ഇന്തോനേഷ്യയുടെയും കംബോഡിയയുടെയും അല്ലെങ്കിൽ തായ്ലൻഡിന്റെയും അതുപോലെ തന്നെ മ്യാൻമാറിന്റെയും ഒക്കെ ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയുടേതായിരുന്നു. ചോള സാമ്രാജ്യ കാലം എന്ന് പറയുന്നത് ഒരുപാട് നാള് നിലനിന്നൊരു സാമ്രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ആ പ്രദേശങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൈന ചെയ്യുന്ന പോലെ ഇന്ന് ക്ലെയിം ചെയ്തൂടെ? ചൈന ഏതോ കാലത്ത് ചൈനയുടേതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പ്രദേശങ്ങളും, ടിബറ്റും അതുപോലെ ഈ പറയുന്ന തായ്വാനും ഒക്കെ അവർ ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. അതേ ലോജിക്ക് വെച്ച് നോക്കിയാൽ ഏഷ്യയുടെ ഏതാണ്ട് വലിയൊരു ഭാഗവും ഇന്ത്യയുടേതാണെന്ന് പറഞ്ഞ് നമുക്ക് അവകാശപ്പെടാവുന്നതാണ്. കാരണം ഒന്നുകിൽ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത്, അശോകന്റെ കാലത്തൊക്കെ നമ്മുടേതായിരുന്നു, അല്ലെങ്കിൽ ചോളന്മാരുടെ കാലത്ത് നമ്മുടേതായിരുന്നു. ഏതെങ്കിലുമൊക്കെ നമ്മുടെ രാജാക്കന്മാരുടെ കയ്യിൽ തന്നെയായിരുന്നു ഈ പ്രദേശങ്ങളിൽ പലതും. അപ്പോൾ ചൈനയുടെ അതേ ലോജിക്ക് വെച്ച് നമ്മളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ എന്തായാലും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ചൈന തായ്വാൻ യുദ്ധത്തിൽ സത്യത്തിൽ കഴിയുമെങ്കിൽ തായ്വാന് എല്ലാ സപ്പോർട്ടും ഇന്ത്യ കൊടുക്കണം. നേരിട്ട് പങ്കാളിയാവേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ യുദ്ധം എത്രത്തോളം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ അത്രത്തോളം സപ്പോർട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അമേരിക്ക എന്തായാലും എത്രയൊക്കെ അമേരിക്ക മറ്റ് രാജ്യങ്ങളെ പ്രഷർ ചെയ്ത് വരുത്താൻ ശ്രമിച്ചാലും, ഇനി ആരും വന്നില്ലെങ്കിലും അമേരിക്ക തായ്വാന് സപ്പോർട്ട് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അത് എന്നേക്കും കളങ്കവും നാണക്കേടുമായി തീരും. അപ്പം എന്തായാലും നമുക്ക് ഒരു വലിയ യുദ്ധം, അത് 3ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന പോലും നമുക്കറിയില്ല. ഇതുവരെ കണ്ടതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ട്രയൽ മാത്രമാണ്. ഇപ്പൊ നോക്കൂ എത്ര യുദ്ധ സാധ്യതകളാണ് ഉണ്ടായതെന്ന്. റഷ്യ യുക്രൈൻ യുദ്ധം, ഇറാൻ ഇസ്രായേൽ യുദ്ധം, അതുപോലെ ഹമാസ് ഇസ്രായേൽ യുദ്ധം, അതുപോലെ യമനുമായിട്ടും ഹിസ്ബുള്ളയുമായിട്ടും ഒക്കെ നടത്തിയ യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഇതിന്റെ ഒക്കെ അവസാനം ഇത്രയും യുദ്ധങ്ങൾ നടന്നു. ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ മഹായുദ്ധമാകാൻ സാധ്യതയുണ്ട്. അത് ചൈനയും തായ്വാനും തമ്മിലുള്ള യുദ്ധമായിരിക്കും. അതൊരു പക്ഷേ ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ട്രിഗർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട്. ഇന്ത്യയുടെ ഇക്കാര്യത്തിലെ നിലപാട് എന്തായിരിക്കുമെന്ന് അറിയാനാണ് ആക്ച്വലി എനിക്ക് വളരെയധികം ആകാംക്ഷയുള്ളത്. കാരണം നമ്മൾ ടിബറ്റ് കാർഡ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. തായ്വാൻ കാർഡ് നമ്മൾ എടുത്താൽ ചൈന ഒരുപാട് പാടുപെടേണ്ടി വരും. കാരണം ഇന്ത്യക്ക് ഒരുപാട് സപ്പോർട്ട് തായ്വാന് കൊടുക്കാൻ കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.